അങ്ങനെ കണ്ണൂർ എയർപോർട്ടിൻ്റെയും ഞങ്ങളുടെയും എല്ലാമായ ചികിത്സയുടെ കയ്യിൽ നിന്ന് ഒരു മാസത്തെ ലീവും മേടിച്ച് ഞാനങ്ങനെ ഇൻ്റർനാഷണൽ ട്രാവലിന് പോവുകയാണ്. സോ വെൽക്കം ടു ദ സീരീസ് ഓഫ് ഫസ്റ്റ് ഇൻ്റർനാഷണൽ ട്രാവൽ ടുഗെദർ പാർട്ട് 2. അങ്ങനെ ഫൈനലി പാക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങൾ എയർപോർട്ടിലോട്ട് പോവാണ് കേട്ടോ. ഉപ്പയമ്മയാണ് കൊണ്ടാക്കാൻ വന്നിട്ടുണ്ടായിരുന്നത്, അഫ്രീദിൻ്റെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു. ഇത് അഫ്രീദിൻ്റെ ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രാവലിംഗ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ ആദ്യമായിട്ടാണ് ആൾ ഫ്ലൈറ്റിൽ കയറാൻ പോകുന്നത്. അപ്പോൾ അതിൻ്റേതായിട്ടുള്ള എല്ലാ എക്സൈറ്റ്മെൻറ്റും ആൾക്കുണ്ട്. ആദ്യത്തെ ഇൻ്റർനാഷണൽ ട്രാവലിങ്ങും ആണ്. ഓക്കെ, അപ്പോൾ ആ ഒരു കാര്യമാണ്. പക്ഷെ ഞങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ ഞങ്ങൾ കുറച്ച് മുന്നേ പോയതുകൊണ്ട് ഈ ഒരു ഫസ്റ്റ് ഫ്ലൈറ്റിൻ്റെ ഒരു ആ ഒരു എക്സൈറ്റ്മെൻറ്റ് അല്ല ആക്ച്വലി നമുക്കുള്ളത്. കുറേ കാലത്തിന് ശേഷം ഉപ്പാനെ കാണാം, അതുപോലെ ഫാമിലിയായിട്ട് ഒരുമിച്ചൊന്ന് കൂടാം എന്നുള്ളതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റാണ്. അങ്ങനെ പുറത്ത് നിൽക്കുന്ന എല്ലാവരോടും ടാറ്റ പറഞ്ഞ് ഞങ്ങൾ ദൗളിലോട്ട് കയറി. ഞങ്ങൾ എയർ അറേബ്യൻ്റെ ഫ്ലൈറ്റാണ് ചൂസ് ചെയ്തത്. എന്ന് വെച്ചാൽ കണക്ഷൻ ഫ്ലൈറ്റാണ്. CCJ റാസൽ കൈമ ജിദ്ദ അങ്ങനെ വരുന്നൊരു കണക്ഷൻ ഫ്ലൈറ്റായിരുന്നു ഞങ്ങൾ ചൂസ് ചെയ്തത്. ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞല്ലോ, വെച്ചാൽ കാലിക്കറ്റ് എയർപോർട്ടിൽ ഞാൻ വർക്ക് ചെയ്ത് എനിക്കൊരു പരിചയം ഉണ്ടായതുകൊണ്ട് തന്നെ ഏകദേശം അവിടുത്തെ സ്റ്റാഫിനെ, അതുപോലെ അവിടെയുള്ള കൗണ്ടേഴ്സ് എവിടെയൊക്കെയാണ് വരിക, അങ്ങനെയുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് പ്രോസസ്സ് കാര്യങ്ങളൊക്കെ എല്ലാ കാര്യങ്ങളും എനിക്ക് നേരത്തെ അറിയുന്നുണ്ട്. നമ്മുടെ ചെക്കിൻ, അതുപോലെ സെക്യൂരിറ്റി ചെക്ക് ഏരിയ പോകൽ കാര്യങ്ങളൊക്കെ നമുക്ക് സിമ്പിളായിരുന്നു. പിന്നെ എയർ അറേബ്യൻ്റെ സ്റ്റാഫായിട്ടുള്ള ഇസ്മയിലായിരുന്നു. എൻ്റെ സർവീസും കാര്യങ്ങളൊക്കെ അടിപൊളിയായിരുന്നു. കാരണം എൻ്റെ ഫ്രണ്ടാണ് അവന്, നേരത്തെ എനിക്കറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ ചെക്കിനൊക്കെ ഭയങ്കര സിമ്പിളായിരുന്നു, ഭയങ്കര സ്മൂത്തായിരുന്നു. അതിനുശേഷം ഞങ്ങൾ ഇമിഗ്രേഷനിൽ പോയി. കാരണം നേരെ എനിക്കറിയാം, എല്ലാം എനിക്കറിയുന്നതുകൊണ്ട് അവിടുത്തെ എൻ്റെ തറവാട് പോലെയാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കാലിക്കറ്റ് എയർപോർട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. ഇപ്പം ഞാൻ കണ്ണൂർ എയർപോർട്ടിലാണ് വർക്ക് ചെയ്യുന്നുണ്ടെങ്കിലും കാലിക്കറ്റ് എയർപോർട്ടാണ് എൻ്റെ തറവാട്, ഞാനാക്കിയ തറവാട് എന്നെങ്കിൽ പറയാം. അങ്ങനെ ഞങ്ങൾ സ്മൂത്തായിട്ട് വേഗം തന്നെ, എനിക്കൊന്ന് നമ്മൾ ഹാർഡ്ലി ഒരു 10 to 15 minutes ഒക്കെ എടുത്തിട്ടുള്ളൂ അവിടെ ബോർഡിങ് ഗേറ്റിൻ്റെ അവിടെ എത്താൻ വേണ്ടിയിട്ട്. അത്രയും പെട്ടെന്നായിരുന്നു നമ്മുടെ ചെക്കിങ് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ്. അവിടെ എത്തിയപ്പോൾ പിന്നെ കുറേ നേരം കിട്ടി. അപ്പോൾ ഞങ്ങൾ മിററിലൊക്കെ പോയിട്ട് കുറച്ച് സെൽഫി കാര്യങ്ങളൊക്കെ എടുത്ത് പിന്നെ അങ്ങനെ വല്ല ബോർഡിങ് സ്റ്റാർട്ട് ചെയ്ത്. നമുക്ക് പ്രയോറിറ്റി ബോർഡിങ് ഉണ്ടായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ നേരെ മുന്നിൽ പോയി. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റിലോട്ട് കയറി. അഫ്രീദിൻ്റെ ആദ്യത്തെ ഫ്ലൈറ്റ് എൻറ്ററിങ് ആണ്. അതിൻ്റെ ഒരു എക്സൈറ്റ്മെൻറ്റ് ആൾക്ക് നല്ല പോലെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആൾ ഭയങ്കര ഹാപ്പിയാണ്, എക്സൈറ്റഡ് ആണ് ട്രാവൽ ചെയ്യാൻ വേണ്ടി. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഫസ്റ്റ് ഫ്ലൈറ്റ് ട്രാവൽ ചെയ്യുന്നതിൻ്റെ ആ ഒരു ഫീൽ എന്താണെന്നുള്ളത് എനിക്ക് അറിഞ്ഞിട്ടില്ല. കാരണം ഞാൻ അത്രയും ചെറിയ പ്രായത്തിലായിരുന്നു ട്രാവൽ ചെയ്തത്. പക്ഷേ എനിക്ക് അഫ്രീദിൻ്റെത് കാണാൻ പറ്റും. അപ്പോൾ അത് കാണുമ്പോൾ ഞാനും ഭയങ്കര ഹാപ്പിയാണ്, ആളും ഭയങ്കര എക്സൈറ്റഡ് ആണ്. അതിൻ്റെ ബലത്തെ കാര്യങ്ങളൊക്കെ നോക്കുകയാണ് ആൾ. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വയറ് കൊള്ളുമോ എന്നുള്ളതൊക്കെ, നീളോ എന്നുള്ളതൊക്കെ. അങ്ങനെ ആൾ ഫസ്റ്റ് ഫ്ലൈറ്റ് ആണ് എന്നൊക്കെ വിചാരിച്ചു. ഞാൻ വിചാരിച്ചു ഫുൾ എക്സൈറ്റ്മെൻ്റ് ആയിരിക്കും, ഫുൾ ത്രൂ ഔട്ട് എങ്ങനെയായിരിക്കും എൻജോയ് ഒക്കെ ചെയ്യുമെന്ന് വിചാരിച്ച് ഇങ്ങനെ നിന്നപ്പോഴാണ് ഫ്ലൈറ്റ് ടേക്ക് ഓഫ് ചെയ്ത് കുറച്ചൊരു 10 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒക്കെ ആളിതാ നല്ല ഉറക്കമായി. ആൾക്ക് ബോറടിക്കാൻ തുടങ്ങി. ആൾ എൻ്റെ തോളിൽ കിടന്ന് അങ്ങോട്ട് ഉറങ്ങി. പിന്നെ റാസൽ കൈമ എത്തുന്നവരെ എണീച്ചിട്ടില്ല. അവിടെ നിന്നാണ് പിന്നെ എണീച്ചത്. അങ്ങനെ ഞങ്ങൾ റാസൽ കൈമയിലെത്തി. അവിടുന്ന് ട്രാൻസിറ്റ് ഗേറ്റ് വഴി വീണ്ടും SHLോട്ട് പോയി. അവിടെ നിന്നാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് ഭയങ്കരമായിട്ട് ബോറടിച്ചത്. ഒരു കുഞ്ഞ് എയർപോർട്ട് എന്ന് പറഞ്ഞാൽ കുഞ്ഞ് എയർപോർട്ട്. സത്യം പറഞ്ഞാൽ ഞാൻ വിചാരിച്ചു നമ്മുടെ കാലിക്കറ്റ് എയർപോർട്ടും കണ്ണൂർ എയർപോർട്ടൊക്കെ ആയിരിക്കും കൂട്ടത്തിൽ ചെറിയ എയർപോർട്ട്. അല്ല, നമ്മളെക്കാൾ ചെറിയ എയർപോർട്ട് വേറെ കൺട്രീസിലൊക്കെ ഉണ്ട് എന്നുള്ളത് ഇപ്പോൾ അത് കണ്ടപ്പോഴാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായത്. അത്രയും ചെറിയ എയർപോർട്ടാണ്. അപ്പോൾ ട്രാൻസിറ്റ് ഗേറ്റ് വഴി ഞങ്ങൾ നേരെ പോയത് SHLോട്ടാണ്. അവിടെ ഈ കാണുന്നൊരു ഏരിയ മാത്രമാണ് SH. വളരെ ചെറിയൊരു SH. അതുപോലെ തന്നെ കോഫി ഷോപ്പാണെങ്കിലും ഡ്യൂട്ടി ഫ്രീ ഷോപ്പാണെങ്കിലും അങ്ങനെ സംഭവങ്ങളൊന്നും ഇല്ലാന്ന് തന്നെ പറയാം. ചെറിയൊരു ഷോപ്പ് പോലെ ഒരു പേരിനൊരു എയർപോർട്ട് ഉണ്ടാക്കി വെച്ചത് പോലെയാണ് എനിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ തോന്നിയത്. ഈ ഒരു എയർപോർട്ടിൽ വന്നിട്ട് നേരം വെളുപ്പിക്കാൻ ഞങ്ങൾ ചില്ലറ പാടൊന്നുമല്ല പെട്ടത്. കാരണം നേരം വെളുക്കുന്നില്ല. ഞങ്ങൾ എത്രയാണെന്ന് വെച്ചിട്ട് ഇരുന്നോട് തന്നെ ഇരിക്കുക. അത്രയും മണിക്കൂർ വെച്ചാൽ 2-3-4 മണിക്കൂർ ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ലേ ഓവർ. അപ്പോൾ ഇരുന്നോട് തന്നെ എത്രയാണെന്ന് വെച്ചിട്ട് നമുക്ക് ഇരിക്കാൻ പറ്റുക. അഫ്രീദി കുറച്ച് കഴിഞ്ഞപ്പോൾ നേരെ പോയിട്ട് പ്രെയർ ഹാളിൽ പോയിട്ട് അങ്ങ് കടന്നു തുടങ്ങി. പക്ഷേ ഞങ്ങൾ ലേഡീസിൻ്റെ അത്ര എന്താ പറയുക കിടക്കാൻ പറ്റുന്നൊരു സിറ്റുവേഷൻ ആയിരുന്നില്ല. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾക്ക് അവിടെ ഇരിക്കല്ലാണ്ട് വേറെ വഴിയില്ലായിരുന്നു. ഞങ്ങൾ കുറച്ച് ബുദ്ധിമുട്ട് അവിടെ ഇരുന്നിട്ട്. പിന്നെ ഞങ്ങൾക്ക് വേറെ അടുത്ത ഫ്ലൈറ്റ് നമ്മുടെ വന്നു. കുറച്ച് ഡിലേയും കൂടെ ആയപ്പോൾ നമുക്ക് ഏകദേശം നമ്മുടെ ചാർജ് എല്ലാം കഴിഞ്ഞ് നമ്മൾ ലോ ആയി. ഞാനൊക്കെ പറ്റങ്ങായിപ്പോയി. കാരണം കഴിഞ്ഞാൽ എനിക്ക് അത്രയും നേരം ഞാൻ നിന്ന ലേ ഓവർ ഇതുവരെ ഉണ്ടായിട്ടില്ല എന്ന് തന്നെ പറയാം. ശരിക്കും അത് ചെറിയ ടൈമാണ് എന്നെങ്കിൽ പോലും ഞാൻ ഭയങ്കര ടയർഡായിപ്പോയി അത്രയും ട്രാവൽ ചെയ്ത് വന്നപ്പോഴേക്ക്. പിന്നെ എനിക്ക് തോന്നി നമ്മുടെ ആ ഹാൻഡ് ബാഗും കൂടെ നമുക്ക് ലഗേജിൽ വിട്ടാൽ മതിയായിരുന്നു. കാരണം അതും കൂടെ നമ്മൾ വലിച്ചുകൊണ്ട് നടക്കുകയാണ്. പിന്നെ ഒന്നുമില്ല, ഫ്യൂവൽ ലോ ആയി എന്ന് കണ്ടപ്പോൾ ഞങ്ങൾ കുറച്ച് നട്ട്സ് മേടിച്ചായിരുന്നു. അപ്പോൾ അതൊക്കെ എടുത്ത് കഴിച്ച് അതുപോലെ ഫ്ലൈറ്റിൽ കയറിയപ്പോൾ അവിടെ നിന്നാണ് ഈ സംഭവം ശരിക്കും പറഞ്ഞാൽ ഞാനിത് കണ്ടത്. ഇത് കുറച്ച് പേര് ഞാൻ ഈ ഒരു സംഭവം കഴിഞ്ഞതിന് ശേഷമാണ് ശരിക്കും പറഞ്ഞാൽ ഞാൻ വീഡിയോസ് കണ്ടത്. ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫ്രീ വൈഫൈ ആണ് എയർ അറേബ്യൻ്റെ ഫ്ലൈറ്റിൽ. അപ്പോൾ അതിലുള്ള വൈഫൈ വെച്ചിട്ട് കണക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അതിലുള്ള മൂവീസ് കാര്യങ്ങളൊക്കെ എൻ്റർടൈൻമെൻ്റ് ആയിട്ട് ടൈം പോകാൻ വേണ്ടിയിട്ട് നമുക്കതൊക്കെ കണ്ടിരിക്കാം. അങ്ങനെ വേഗം ജിദ്ദയിലെത്തി. ജിദ്ദയിൽ നമ്മുടെ ലഗേജൊക്കെ പുറത്തോട്ട് ഇറക്കുന്നത് നമുക്ക് കാണുന്നുണ്ട്. കാർഗോ ഡോർ ഓപ്പണും കാര്യങ്ങളൊക്കെ. അതിനുശേഷം നമ്മൾ ഇറങ്ങി
ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ പിന്നെ പെട്ടെന്നായിരുന്നു കേട്ടോ. നമ്മൾ അവിടെ നിന്ന് ഇറങ്ങിക്കഴിഞ്ഞ് ഇമിഗ്രേഷൻ കഴിഞ്ഞ് പുറത്തോട്ട് ഇറങ്ങുന്നതൊക്കെ പെട്ടെന്ന് തന്നെ ആയിട്ടുണ്ടായിരുന്നു. ലഗേജൊക്കെ ഏകദേശം നമ്മൾ വന്നപ്പോൾ തന്നെ ലഗേജൊക്കെ ഓൺ ടൈമിന് നമ്മുടെ കയ്യിൽ എത്തിയിട്ടുണ്ട്. നല്ലൊരു എന്താ പറയുക, ആ ഒരു സർവീസ് പെട്ടെന്ന് കഴിഞ്ഞ പോലെ തോന്നി. പിന്നെ എക്സിറ്റ് അതുപോലെ തന്നെ പറഞ്ഞ പോലെ അവിടെ ഇറങ്ങിയപ്പോഴും ഒരു കുഞ്ഞ് എയർപോർട്ട് പോലെയാണ് നമുക്ക് തോന്നിയത്. അപ്പോൾ കണ്ടിട്ടില്ലല്ലോ, ഈ ഒരു ഏരിയ എന്തായാലും അധികം വലിയൊരു സംഭവം ഇല്ല. അങ്ങനെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങുമ്പോൾ അവിടെ അറബികളൊക്കെ നമ്മളെ വിസയും കാര്യങ്ങളൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നുവെച്ചാൽ ഏതൊരു അറബിച്ചി എന്ന് പറയാം, നമ്മളോട് വന്നിട്ട് വിസയൊക്കെ എവിടെയാണെന്നൊക്കെ ചോദിച്ചു. അപ്പോൾ അവർക്കാണെങ്കിൽ നമ്മൾ പറയുന്ന ഇംഗ്ലീഷും മനസ്സിലാവുന്നില്ല, നമുക്കാണെങ്കിൽ അവർ പറയുന്ന അറബിയും മനസ്സിലാവുന്നില്ല. വാട്ടവർ. അങ്ങനെ നമ്മളിതാ പുറത്തോട്ട് ഇറങ്ങി. നമ്മളൊപ്പം എപ്പോഴോ 1 മണിക്കൂർ മുന്നേ അവിടെ വന്ന് നമ്മളെ കാത്തിക്കാൻ തുടങ്ങുന്നതുകൊണ്ട് നമുക്ക് അവിടെ നിന്നിട്ട് ആരെയും കാത്തിക്കേണ്ട ആവശ്യം വന്നില്ല. ഉപ്പ നേരത്തെ ആ കാര്യത്തിലൊക്കെ ഉപ്പ എല്ലാം പഞ്ച്വാലിറ്റിൻ്റെ കാര്യത്തിൽ ഒരു എന്താ പറയുക, അതുണ്ട് എന്നുണ്ടെങ്കിൽ എൻ്റെ ഉപ്പയാന്ന് തന്നെ ഞാൻ പറയും. ഞങ്ങൾക്ക് വേണ്ടിയിട്ട് ഇപ്പോൾ കുറേ ഫുഡും കാര്യങ്ങളും ഡ്രിങ്ക്സും ഒക്കെ മേടിച്ച് വെച്ചായിരുന്നു കേട്ടോ. നിങ്ങൾക്ക് അറിയില്ല, അവിടുത്തെ വണ്ടീൻ്റെ ഡ്രൈവിംഗ് സീറ്റ് വരുന്നത് ലെഫ്റ്റ് സൈഡിലാണ്. അപ്പോൾ ഉമ്മ വന്ന് നേരെ കയറാൻ ആദ്യം പോയത് ലെഫ്റ്റ് സൈഡിലാണ്, പിന്നെയാണ് ലൈറ്റ് കത്തി റൈറ്റ് സൈഡിൽ വന്ന് കയറിയത് കേട്ടോ. അപ്പോൾ ഉപ്പാനെ കണ്ടപ്പോൾ ഉമ്മ ഫുള്ള് ഹാപ്പിയായി. അതുതന്നെയാണ് നമുക്ക് വേണ്ടതും. അങ്ങനെ നമ്മൾ പെട്ടിയും കുട്ടിയൊക്കെ എല്ലാവരും വണ്ടിയിലെടുത്തിട്ട് നമ്മൾ നേരെ റൂമിലോട്ട് പോയി. കാറിലങ്ങ് കയറി ഇന്നിപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒന്ന് ബെഡ് കണ്ടാൽ മതി എന്നായി. കാരണം അവിടുത്തെ ചൂടും കാര്യങ്ങളൊക്കെ കണ്ടപ്പോൾ ജിദ്ദ കാണാനുള്ള മൂഡൊന്നും ഇല്ല ശരിക്കും പറഞ്ഞു. അപ്പോഴേക്കും ഞാൻ ആകെ തളർന്ന് ടയേർഡായി, ഒന്ന് ബെഡ് കണ്ടാൽ മതി എന്നായി. അങ്ങനെ റൂമിൽ ഞങ്ങൾ പോകുന്ന വഴിക്ക് ഉപ്പ റൈസ് എല്ലാം മേടിച്ച് അവിടുത്തെ ഒരു എന്താ മധുകൂത്തോ അതുപോലത്തെ ഒരു റൈസ് ഉണ്ടല്ലോ, ബുഖാരി ചോറ് പോലത്തുള്ള അതുപോലെയുള്ള റൈസൊക്കെ മേടിച്ച് ഉപ്പ ഞങ്ങൾ റൂമിൽ വന്ന് ഒറ്റ ഷീറ്റിൽ എല്ലാവർക്കും കൂടെ കഴിക്കാൻ പറ്റുന്ന രീതിയിലെല്ലാം സെറ്റാക്കി ഒക്കെ എല്ലാവരും കൂടെ ചുറ്റിലിരുന്ന് വട്ടത്തിലിരുന്ന് കഴിച്ച് നല്ലൊരു കുളിയും കുഴിച്ച് അങ്ങനെ ബെഡിൽ ഒരൊറ്റ കിടത്തായിരുന്നു. ആ ഒരു ഉറക്കം എന്തൊരു സുഖമായിരുന്നു എന്നറിയോ. സോ സീ ഓൺ ദ നെക്സ്റ്റ് വീഡിയോ. ബൈ.